ഇന്ന് തന്നെ ഡൗൺലോഡ് ചെയ്യൂ. കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ്. അത് അവള് തന്നെയാ. ഞാൻ മുഖം കഴുകിയിട്ട് ഒന്നുകൂടി നോക്കിയപ്പോ കണ്ണിലെ മൂടാപ്പ് മാറി ഞാൻ വ്യക്തമായിട്ട് കണ്ടതാ. അവളൊരു കാറിലോട്ട് ഇങ്ങനെ കേറി പോകുന്നു. സത്യാണോ ആന്റി പറയുന്നത്? ആ സത്യം. നീ ഒന്നും മിണ്ടാതിരുന്നേ. ഏട്ടത്തി ഈ നാട്ടിൽ വന്നിട്ടുണ്ടെങ്കിൽ ഏട്ടത്തി നമ്മളെ കാണാതെ പോവോ? അത്ര പെട്ടെന്ന് നമ്മളെയൊക്കെ മറക്കാൻ പറ്റുമോ അർച്ചനടുത്തേക്ക്? എനിക്കിത് വിശ്വസിക്കാനേ പറ്റുന്നില്ല. സച്ചിയേട്ടന്റെ കാര്യം പോട്ടെ, അവര് തമ്മിൽ പിണങ്ങി പിരിഞ്ഞതാണെന്ന് പറയാം. പക്ഷെ സ്വന്തം അമ്മയോട് സഹോദരങ്ങളോടും ഒക്കെ ഏട്ടത്തി പിണങ്ങി പിരിഞ്ഞിട്ടില്ലല്ലോ. അത് മാത്രമല്ല, താഴെ വീണുപോയ സഞ്ചിയും പച്ചക്കറിയും അർച്ചനേട്ടത്തി തന്നെ എടുത്തു തന്നല്ലേ പറഞ്ഞേ? അതെ. എന്നിട്ട് അവളോടൊരു ചോദ്യം ചോദിച്ചു, ഇതൊക്കെ ശ്രദ്ധിക്കണ്ടേ അമ്മയെന്ന്. പണ്ട് അവൾ എന്നോട് ചോദിക്കുന്ന പോലെ തന്നെ. ആ ശബ്ദം കേട്ടപ്പോ എന്റെ നെഞ്ചെന്ന് പിടഞ്ഞു പോയി. അപ്പോഴേക്കും അവളങ്ങ് തിരിഞ്ഞു പോയി കളഞ്ഞു. ബൈക്ക് തട്ടി റോഡിൽ വീണതിന്റെ ഷോക്കില് അമ്മയ്ക്ക് അങ്ങനെ തോന്നിയതാ. അല്ലെങ്കിൽ അത്ര അടുത്ത് വന്ന അമ്മയെ കണ്ടിട്ട് അർച്ചന എന്തിനാ അമ്മയെ തിരിച്ചറിയാത്ത പോലെയൊക്കെ പെരുമാറിയത്? ഇത്രയും നാളിന് ശേഷം കാണാതിരുന്ന അമ്മയെ കാണുമ്പോ സാധാരണ ഒരു മകൾ എന്താ ചെയ്യേണ്ടേ? ആദ്യത്തെ എക്സൈറ്റ്മെന്റിൽ തന്നെ അമ്മയെ കെട്ടിപ്പിടിച്ച് പൊട്ടിക്കരയും. ഞാനാണെങ്കി ആദ്യം നിന്നെ കെട്ടിപ്പിടിച്ച് ഉമ്മ കൊടുക്കും. ഇതുവരെ ആരെയും കാണാൻ പറ്റാതിരുന്നതിന് മാപ്പ് ചോദിക്കും. ഇതൊക്കെയാ സംഭവിക്കേണ്ടത്. ഇവിടെ അർച്ചന അമ്മയെ കണ്ടിട്ട് അങ്ങനെ വലുത് സംഭവിച്ചോ? ഇല്ല. ഇനി അമ്മ കണ്ടത് യഥാർത്ഥത്തിൽ അർച്ചനേട്ടത്തി തന്നെ ആയിരുന്നെങ്കിൽ അമ്മയ്ക്ക് കണ്ണാടി ഇല്ലാഞ്ഞതുകൊണ്ട് ഒരുപക്ഷെ ആളെ തിരിച്ചറിയാൻ പറ്റിയില്ല. പക്ഷേ അർച്ചനേട്ടത്തിക്ക് അമ്മയെ തിരിച്ചറിയാൻ കഴിയുമായിരുന്നല്ലോ. എന്നിട്ട് എന്തുകൊണ്ട് തിരിച്ചറിഞ്ഞില്ല? അതിനർത്ഥം ഒന്നേ ഉള്ളൂ, അത് അർച്ചനേട്ടത്തി അല്ല. എന്റെ നടുവേ തലയിറങ്ങുന്നത് പറ്റുമേ? അമ്മ ശ്രദ്ധിക്കണ്ടേ അമ്മ? മോളെ, ആരാ ഇത്? അച്ചു, അർച്ചനെ. അമ്മ കണ്ടത് അർച്ചനേട്ടത്തി അല്ല, ആ രൂപസാദൃശ്യമുള്ള മറ്റാരെയോ ആണ്. ആന്റി, ഒരാളെ പോലെ ഈ ലോകത്ത് 7 പേരുണ്ടെന്നല്ലേ പറയുന്നത്. ചിലപ്പോ അതിലാരെങ്കിലും ആണെങ്കിലോ? നിങ്ങൾ ആരും പറഞ്ഞത് ഞാൻ വിശ്വസിക്കത്തില്ല. അതെന്റെ അച്ചു തന്നെയാ. തന്നെയാ. അമ്മേ, എന്നാ പിന്നെ ഞാൻ അനൂപേട്ടനെ വിളിച്ച് പറയാം. ഈ നാട്ടിൽ എവിടെയെങ്കിലും ഉണ്ടെങ്കിൽ അനൂപേട്ടൻ അർച്ചനെ കണ്ടുപിടിച്ചോണ്ട് വരും. ഞാൻ കണ്ടത് എന്റെ കുഞ്ഞിനെ തന്നെയാണെങ്കിൽ ദൈവം അവളെ എന്റെ മുന്നിൽ തന്നെ കൊണ്ട് നിർത്തി തരും.